ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ് പറയാൻ പോകുന്നത്. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ എന്നാണ് പറയുക. ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അയ്യാമു തശ്രീഖി, അയ്യാമു അക്ലിൻ വഷുർബ്. അയ്യാമു തശ്രീഖിൻ്റെ ദിവസം അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് എന്ന്, അഥവാ ഭക്ഷണം കഴിക്കേണ്ട, നല്ല പാനീയങ്ങൾ കുടിക്കേണ്ട സമയമാണ് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ. കാരണം ഈ ദിവസം പെരുന്നാളിനോടനുബന്ധിച്ച ദിവസങ്ങളാണ്. അപ്പോൾ ദുൽഹിജ്ജ 10 പെരുന്നാളാണല്ലോ. 11, 12, 13 ദിവസം കൂടി അല്ലാഹു തആല നമുക്ക് കൂട്ടിത്തന്നതാണ് എന്നാണ്. അപ്പോൾ ആ ദിവസത്തിലും നമുക്ക് പെരുന്നാൾ തന്നെയാണ്. ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന്. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമാണ്. ദുൽഹിജ്ജ 10 പെരുന്നാളാണല്ലോ, അന്ന് നോമ്പ് നോൽക്കൽ ഏതായാലും ഹറാമാണ്. പിന്നെ 11, 12, 13 നോമ്പ് നോൽക്കൽ എന്താണ്? ഹറാമാണ് എന്ന്. അന്ന് നോമ്പ് നോൽക്കല്ല വേണ്ടത്, എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല പാനീയങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ 3 ദിവസങ്ങളിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. നോമ്പ് നോൽക്കുകയല്ല വേണ്ടത്, നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്നാണ്. പിന്നെ നോമ്പ് നോൽക്കാൻ പറ്റിയ ആളുള്ളത് ആരാണ്? ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് ഹദിയ അറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകരം 3 ദിവസം നോമ്പ് നോൽക്കണം. അത് അയ്യാമു തശ്രീഖിലായാലും ജായിസാണ്, അവർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് ഹദിയ അറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകരം 3 ദിവസം നോമ്പ് നോൽക്കണം. അത് എന്ത് ചെയ്യാം? ഈ ദിവസങ്ങളിൽ ജായിസാണ്, പറ്റും. അതിന് മാത്രമേ അനുവാദമുള്ളൂ. അല്ലാത്തവർക്ക് അന്ന് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ എന്താണ്? ഹറാമാണ്, പാടില്ല. ഇനി അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്, ആഘോഷിക്കേണ്ട പെരുന്നാൾ ആഘോഷം ഇസ്ലാമികമായി ആഘോഷിക്കേണ്ട സമയമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ ഹദീസിൻ്റെ അവസാനത്തിൽ പറയാണ്, വദിക്കിരിൻ, ദിക്ർ ചൊല്ലാനുള്ള സമയവുമാണ്. ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ പറഞ്ഞാൽ ദിക്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ദുൽഹിജ്ജ 9 സുബഹി മുതൽ എല്ലാ ഫർള് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ തക്ബീർ 3 പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. അത് തുടരണം. അത് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിലും നമ്മൾ തക്ബീർ ചൊല്ലണം. അങ്ങനെ പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിന് ശേഷവും അതുപോലെ മറ്റ് ഫർള് ആയ എല്ലാ നിസ്കാരത്തിന് ശേഷവും സുന്നത്തായ നിസ്കാരത്തിന് ശേഷവും ഒക്കെ നമ്മൾ തക്ബീർ ചൊല്ലണം. അതെങ്ങനെ ചൊല്ലേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതൊരു പ്രാവശ്യമാണ്. അങ്ങനെ 2 പ്രാവശ്യം കൂടി, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഈ തക്ബീർ ചൊല്ലണം. അതാണ് ദിക്ർ എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, അല്ലാത്ത ദിക്റും ചൊല്ലണം. ഇമാം ഖസാലി തങ്ങൾ പറയുന്നുണ്ട്, തക്ബീറും
അതുപോലെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ, അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ, ഇതൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. അയ്യാമുത്ത് തശ്രീക്കിൻ്റെ ദിവസം ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കേണ്ട ദിവസമാണ് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആഘോഷിക്കണം, പക്ഷേ അള്ളാഹുവിന് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണവും നല്ല പാനീയങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ ദിക്ർ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ആ ദിവസം ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. അതുപോലെ ദിക്ർ ചൊല്ലണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.